ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നേഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റോസ് വാങ്ങിക്കാതെ തിരിച്ചു വരാറില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് റോസ്. അപ്പം റോസ് വാങ്ങിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പോട്ടിംഗ് സോയിലാണെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് എത്ര ഫെർട്ടിലൈസർ കൊടുക്കണം, അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ രീതി, അതുപോലെ വാട്ടറിങ് എങ്ങനെയാണ്, ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്കിഷ്ടം റോസ് തന്നെയാണ്. അതിൽ തന്നെ കാശ്മീരി റോസ്, ഈ കാണുന്ന ഓർക്കിഡ് റോസ്, ബട്ടൺ റോസ് എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസുകളാണ്. ഞാൻ സാധാരണ നേഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചെടികൾ നട്ട് അത് 100% സക്സസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അതിലെ ഒരു പ്ലാന്റാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പൂക്കൾ ഒരുമിച്ച് കൂട്ടത്തോടെയാണ് ഓർക്കിഡ് റോസിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മൊട്ടുകൾ കാണാൻ സാധിക്കും. ശരിക്കും 365 ഡേയ്സും നല്ല പോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന റോസ് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് ബട്ടൺ റോസ് എന്ന് പറയും, മിനിയേച്ചർ റോസ് എന്ന് പറയും. ഇതും നല്ല പോലെ ചെറിയ ചെറിയ പൂക്കളായിട്ട് അതുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു കൂട്ടം കൂടി പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലാന്റും കൂടിയാണ്. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കാരണം എനിക്ക് ഒരു ചെറിയ ബാൽക്കണിയാണ് ഉള്ളത്. ആ ബാൽക്കണിയിൽ രാവിലത്തെ ഒരു 6 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തിനാണ് ഞാൻ ഈ പ്ലാന്റ് വെക്കുന്നത്. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് വളർന്നു വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോസാ ചെടികളെല്ലാം തന്നെ ചീത്തയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് എപ്പോഴും റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. അത് പ്രത്യേകിച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ സവാളയുടെ തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അത് 2 ദിവസത്തിന് ശേഷം ഡ്രെയിൻ ചെയ്ത് നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം. അതുപോലെ പഴത്തൊലിയും അതുപോലെ തന്നെ ചെയ്യാം. ഓർഗാനിക് ഫെർട്ടിലൈസറിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ സവാളയുടെ വെള്ളം എടുത്തിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഇതിൻ്റെ റൂട്ട്സിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു റോസാ ചെടി നമുക്കൊന്ന് നട്ടു നോക്കാം. അപ്പം നടുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇതുപോലത്തെ ഒരു ക്ലോത്ത് ബാഗ് കിട്ടുവാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട് ഈ പോട്ടിൽ. അപ്പോൾ അതേ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ക്ലോത്ത് ബാഗിൻ്റെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തത് നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ അകത്തേക്ക് വെക്കാം. ഇത് കൂടുതൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഞാൻ സാധാരണ എല്ലാ പോട്ടിലും ഇതുപോലെ ചെയ്തിട്ടാണ് പോട്ടിംഗ് മിക്സ് കൊടുക്കുന്നത്. ഇനിയും നോക്കിയാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അതിൻ്റെ അകത്തെ സോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലേ പോലെയാണ്, ഒരു ചെളി പോലത്തെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു സോയിൽ കംപ്ലീറ്റായിട്ട് മാറ്റണം. ഏകദേശം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു റോസാ ചെടിയുടെ റൂട്ട്സ് ഒന്നും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ബക്കറ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ റോസാ ചെടി അതുപോലെ എടുത്ത് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ മണ്ണെല്ലാം അങ്ങ് പോകും. റൂട്ട്സ് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ പതുക്കെ ഈ സോയിൽ മാറ്റിയെടുക്കേണ്ടത്. ഒരുപാട് ബലം കൊടുക്കരുത്. ബലം കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ട്സ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ചെടി പിന്നെ രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. റോസ് പ്ലാന്റ് നടുന്ന സമയത്ത് ഈ ഗ്രാനൂൾസും കൂടെ ചേർക്കുക. കാരണം പോട്ടിംഗ് മിക്സിൻ്റെ അകത്ത് ഗ്രാനൂൾസ് ഇടുകയാണെങ്കിൽ എക്സസ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഈ ഗ്രാനൂൾസ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് അത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ റൂട്ട്സിൻ്റെ വേരോട്ടം വളരെ സ്പീഡിൽ നടക്കാൻ ഇത് സഹായിക്കും. ഇത് കുറച്ച് ഉണക്ക ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം. അതോടൊപ്പം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ നമ്മൾ റോസിന് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർച്ചയിലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് സാധാരണ ഗാർഡൻ സോയിൽ നമ്മുടെ മണ്ണും അതിൻ്റെ കൂടെ ചകിരിച്ചോറും കൂടിയാണ് ചേർക്കുന്നത്. ഈ ഒരു കറക്റ്റായിട്ടുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ മാത്രം ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ചെടി ആദ്യമേ ചീത്തയാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മളൊരു ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നടാൻ ശ്രമിക്കരുത്. 2 ദിവസം നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒന്ന് ഇണങ്ങി ചേർന്ന് വീട്ടിൽ അതിനെ ഒരു സൈഡിൽ ഷെയ്ഡിൽ വെക്കുക. അതിനുശേഷം മാത്രമേ നടാൻ ശ്രമിക്കാവൂ. നമുക്കിനി പോട്ടിലേക്ക് മാറ്റാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സാധാരണ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്, അപ്പം എൻ്റെ റോസിന് മാത്രം കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ റോസിനും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. റോസിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ സോയിൽ നോക്കി അത് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനിയും ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിൽ റൂട്ട്സ് മാത്രം നമുക്കിപ്പോൾ നന്നായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് മണ്ണുണ്ട്, ആ മണ്ണ് ഇനിയും മാറ്റാൻ ശ്രമിക്കേണ്ട. അത് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് ആ റൂട്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും മണ്ണ് വെച്ചിട്ട് തന്നെ നമ്മളിപ്പം നടാൻ ശ്രമിക്കുകയാണ്. കാരണം ഇനി അതിൽ നമ്മൾ ഒരുപാട് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മണ്ണ് പിടിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, രാവിലെ സൺലൈറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണം. അതുപോലെ വൈകുന്നേരം സൺലൈറ്റ് മാറിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് പോയി വെള്ളം ഒഴിക്കാൻ ശ്രമിക്കരുത്. റോസ് പ്ലാന്റ്സിന് ഒരുപാട് ഹ്യൂമിഡിറ്റി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാനോൾസ് അല്ലെങ്കിൽ ക്ലേ ബോൾസ് നമുക്ക് ഉപയോഗിക്കാം. ചിലരാണെങ്കിൽ സ്റ്റോൺസ് വെക്കാറുണ്ട്. സ്റ്റോൺസ് ഒരു കാരണവശാലും മുകളിലായിട്ട് വെക്കരുത്. സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട്സിന് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വെള്ളം താഴേക്ക് പോകാനായിട്ട്. ഗ്രാനോൾസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇനിയും ചെയ്യേണ്ടത്, ഈ ചെറിയ റോസാപ്പൂക്കൾ നിൽപ്പുണ്ട്, അത് വന്നിട്ട് കുറച്ച് വാടി നിൽപ്പുണ്ട്, ചിലത് ഉണങ്ങി നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ വെച്ച്, ആ തണ്ടിൻ്റെ താഴെ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങും. അപ്പം ചെടിക്കും വളരെ നല്ലതാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കാനും ഇത് സഹായിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ കീടങ്ങളൊക്കെ വന്ന് നമ്മുടെ ചെടിയെ ആക്രമിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇതിൽ കുറച്ച് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ കീടങ്ങൾ അല്ലെങ്കിൽ ചെറിയ പുഴുക്കളൊക്കെ ഈ ചെടിയുടെ സൈഡിൽ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നതായിരിക്കും. അപ്പം ചെറിയ കീടങ്ങളെ നമുക്ക് ആ ഒരു രീതിയിൽ കൂടെ നമുക്ക് കളയാൻ സാധിക്കും. സാഫ് പോലത്തെ ഫംഗിസൈഡ്സ് വളരെ നല്ലതാണ്. അതിന് 1 ഗ്രാം സാഫ് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാഫിന് 67 റുപ്പീസാണ് 100 ഗ്രാംസിന്. പിന്നെ റോസിന് വരുന്ന പ്രശ്നം സൺബേൺ ആണ്. അത് ശരിക്കും മിക്ക പ്ലാന്റ്സിനും അതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇനി ചൂടുകാലമാണ് വരുന്നത്. ചൂട് കൂടുന്ന അനുസരിച്ച് നമ്മുടെ റോസിൻ്റെ ആണെങ്കിലും മറ്റു ചെടികളുടെയും ലീവ്സിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ പോലെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ചെറിയ ഡോട്ട്സ് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രാവിലത്തെ ഒരു 6 മണിക്കൂർ നേരത്തെ വെയിൽ കൊണ്ടതിന് ശേഷം ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്.
പിന്നെ കണ്ടുവരുന്ന പ്രശ്നമാണ് റോസിൻ്റെ ഇലകളിൽ ഒരു കുത്തുകുത്തായിട്ട് മഞ്ഞ കളറിൽ കാണാൻ സാധിക്കും. ഈ ചെറിയ ഡോട്ട്സ് പോലെ കാണുന്നത് പിന്നീട് അത് ആ ലീവ്സ് മുഴുവനായിട്ട് യെല്ലോ കളറിലേക്ക് മാറും. പിന്നെ അത് കൊഴിഞ്ഞു പോവുകയാണ്. ഒന്നീ നമ്മളുടെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കൂടുതലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടിയ സ്ഥലത്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ വക കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം ഫെർട്ടിലൈസർ എപ്പോഴും കൊടുക്കുമ്പോഴും 15 days ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ ഓർഗാനിക് ആണെങ്കിലും അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ കാണിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ സെയിം ഫെർട്ടിലൈസർ ഒരു പ്രാവശ്യം അറിയാതെ പിന്നെയും ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുത്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നീട് അത് മനസ്സിലാക്കി കറക്റ്റാക്കിയപ്പോഴത്തേക്ക് ആ ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങി. ആദ്യമാണ് ഇങ്ങനെയൊക്കെ ഇലകൾ സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് വന്ന ഇലകളെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളായിരുന്നു. പിന്നീട് ഞാനത് വളരെ കെയർഫുള്ളായിട്ടാണ് പിന്നെ ഫെർട്ടിലൈസർ എല്ലാം കൊടുത്ത് വന്നത്. ഇപ്പം നിറയെ മുട്ടുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ വാങ്ങിച്ച ഒരു ബഡ് റോസ് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്പം വളർന്നു വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമ്മൾ ബൾസ് ആൻഡ് സീഡ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അയച്ച കമൻസിനകത്ത് നിന്ന് 10 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം റെയർ ആൻഡ് എക്സോട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കയറി നോക്കുക. അത് ഞാൻ പിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായും അഡ്രസ്സ് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ 2-3 പേരാണ് ആകെ റെസ്പോണ്ട് ചെയ്തത്. അവരുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. വരുന്ന ആഴ്ചകളിൽ അവർക്കുള്ള ഡെസ്പാച്ച് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ 10 പേരിൽ ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് വേറെ ആളുകൾക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും സീഡ്സ്. ആവശ്യമുള്ളവർ മാത്രം റെസ്പോണ്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് ഇനിയും കുറച്ച് സീഡ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പ്ലാന്റ്സിൻ്റെ. അപ്പം അത് ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വരുന്ന വീഡിയോകളിലെല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക.